നമ്മുടെ ഓരോരുത്തരുടെയും ഫോണുകൾ സുരക്ഷിതമാണോ, അതോ മറ്റാരെങ്കിലും നമ്മുടെ ഫോണിലേക്ക് കടന്നു കയറുന്നുണ്ടോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ചെറിയൊരു സെറ്റിങ്സ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അതിനായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ സെറ്റിങ്സിലേക്ക് ആദ്യം പോകണം. സെറ്റിങ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ഒന്നുകിൽ നമുക്കിവിടെ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ ഈ ഗൂഗിളിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഗൂഗിൾ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. സെറ്റിങ്സിനുള്ളിൽ അവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഹോം, പേഴ്സണൽ, ഫോർ ഡാറ്റ, പ്രൈവസി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിത് പതിയെ വലത്തോട്ട് റൈറ്റിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണും. ആ സെക്യൂരിറ്റി എന്ന ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് റീസെൻറ്റ് സെക്യൂരിറ്റി ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ കാണും. കണ്ടോ, റീസെൻറ്റ് സെക്യൂരിറ്റി ആക്ടിവിറ്റി. അതിൽ റിവ്യൂ സെക്യൂരിറ്റി ആക്ടിവിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മളെ ഡിവൈസിൽ എന്തെങ്കിലും നമ്മൾ അല്ലെങ്കിൽ ന്യൂ സൈൻ ഇൻസ് ഏതെങ്കിലും ലൊക്കേഷനിൽ നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഇവിടെ അറിയാനായിട്ട് പറ്റും. ഇവിടെ കാണിക്കുന്നത് ന്യൂ സൈൻ ഇൻ ഓൺ വിൻഡോസ് കേരള. ഇപ്പോൾ കേരളത്തിൽ 29 ജനുവരി 2024 16:25 എന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനൊരു വിൻഡോസിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടാണ് കാണിക്കുന്നത്, കേരള എന്ന ലൊക്കേഷനിൽ. അപ്പോൾ ഞാൻ അതിനുള്ളിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ തന്നെ മറ്റൊരു കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്തതാണ്. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കാം, യെസ് ഇറ്റ് വാസ് മീ എന്നൊരു ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ തന്നെയാണ്, അത് നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ തന്നെയാണെങ്കിൽ നമുക്ക് യെസ് ഇറ്റ് വാസ് മീ കൊടുത്താൽ മതി. അതിനുശേഷം ബാക്കിലേക്ക് പോവുക. ഇവിടെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കയറി നോക്കണം. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഡിവൈസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിലോ മൊബൈലിലോ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് റീസെൻ്റ് ആക്ടിവിറ്റിയിൽ കാണിക്കും. അങ്ങനെ ആരെങ്കിലും നമ്മളെ ഹാക്ക് ചെയ്തിട്ടുണ്ടോ, നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും യുവർ ഡിവൈസസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. യുവർ ഡിവൈസസ്. അപ്പോൾ യുവർ ഡിവൈസസ് എന്നുള്ളതിൽ രണ്ട് ഓപ്ഷനാണ് നടക്കുന്നത്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു, യുവർ ഡിവൈസസിൽ ഉള്ളിൽ. അപ്പോൾ യുവർ ഡിവൈസസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ജിമെയിൽ ലോഗിൻ ആയിട്ടുള്ള ഒരേ ഒരു മൊബൈൽ മാത്രമേ ഉള്ളൂ. അത് പോക്കോ M4 Pro ആണ്. അത് എൻ്റെ മൊബൈൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ മൊബൈൽ തന്നെയാണ്, അതുകൊണ്ട് വേറൊന്നും എനിക്കതിൽ ചെയ്യാനില്ല. അടുത്ത് താഴോട്ട് നോക്കുമ്പോഴാണ് 6 സെഷൻസ് ഓൺ വിൻഡോസ് കമ്പ്യൂട്ടേഴ്സ്. 6 വിൻഡോസ് കമ്പ്യൂട്ടറുകളിൽ അല്ലെങ്കിൽ 6 വിൻഡോസ് കമ്പ്യൂട്ടറുകളുള്ള ക്രോമിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ലോഗിൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ കൊടുത്തേക്കുന്ന ഓരോന്നും നമ്മൾ കയറി നോക്കണം. ഇത് നമ്മൾ തന്നെ ലോഗിൻ ചെയ്തതാണോ അതോ വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ ലോഗിനായി ഇരിക്കുകയാണോ എന്ന് നോക്കണം. ഇപ്പോൾ കയറി നോക്കുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇതെല്ലാം എൻ്റെ കമ്പ്യൂട്ടറിൽ തന്നെയായിരിക്കും, എൻ്റെ കമ്പ്യൂട്ടറിൽ തന്നെയാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ഓഫീസിലും വീട്ടിലുമായിട്ട് ലോഗിൻ ചെയ്യുന്നതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓരോ ഡിവൈസുകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ മൊബൈലാണെങ്കിൽ മൊബൈലിൻ്റെ മോഡൽ നമ്പർ അടക്കം ഇതിൽ എഴുതിയിരിക്കും. വിൻഡോസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ വിൻഡോസ് ആണോ, ഉബുണ്ടു ആണോ, ഫയർഫോക്സിലാണോ, ഗൂഗിൾ ക്രോമിലാണോ കയറിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കും. അപ്പോൾ നമ്മൾ അത് ഓരോന്നും ക്ലിക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം അഥവാ അത് നമ്മളല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ലോഗിൻ ചെയ്ത ലൊക്കേഷനോ നമ്മൾ ലോഗിൻ ചെയ്ത ഡിവൈസോ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ സൈൻ ഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. സൈൻ ഔട്ട് എന്ന ഓപ്ഷൻ, സൈൻ ഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ആ സൈൻ ഔട്ട് ക്ലിക്ക് ചെയ്യുന്ന ആ ഡിവൈസിൽ നിന്ന് കണ്ടു ഏറ്റവും താഴെ കാണിക്കുന്നുണ്ട് നമ്മുടെ അക്കൗണ്ട് സൈൻ ഔട്ട് ആവും, നമ്മളവിടെ സേഫ് ആവുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ രണ്ട് ഓപ്ഷനാണ് ഇതിൽ നോക്കേണ്ടത്, യുവർ ഡിവൈസസും അതുപോലെ തന്നെ റിവ്യൂ സെക്യൂരിറ്റി ആക്ടിവിറ്റിയും. ഇതിലേതെങ്കിലും ചെയ്തത് നമ്മളല്ല എന്നുണ്ടെങ്കിൽ നമ്മളല്ല എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. നമ്മളാണ് അത് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളാണെന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് സെക്യൂരിറ്റി സെറ്റിങ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ അറിയാതെ ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ഏതെങ്കിലും ഒരു ആപ്പിന് അറിയാതെ ആവശ്യമില്ലാത്ത പെർമിഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഹാക്കാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് വേറെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലോ അല്ലെങ്കിൽ അത്യാവശ്യത്തിന് എവിടെ നിന്നെങ്കിലും നമ്മൾ ലോഗിൻ ചെയ്ത് ഇപ്പം മെയിൽ എടുക്കാനോ പ്രിൻ്റ് എടുക്കാനോ ലോഗിൻ ചെയ്തിട്ട് ലോഗ് ഔട്ട് ചെയ്യാൻ മറന്നുപോയി എങ്കിൽ തന്നെയും നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ ബാക്കി എല്ലാ ഡിവൈസും ലോഗ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ നമ്മളെ ഹാക്കിങ് ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് പറ്റും. എല്ലാവരും ഈ സെറ്റിങ്സ് ഒന്ന് കയറി നോക്കുക. ഓക്കെ,
താങ്ക് യു.